എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരും ഒരു വീഡിയോ കണ്ടു. ഒരു കുടുംബത്തിലെ 4 മക്കൾ ഒരുമിച്ച് ഇങ്ങനെ നിരത്തി 14, 12, 8 അങ്ങനെ നിരത്തിയിട്ട് 4 മക്കളുടെ ഖബർ സങ്കടത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു ഫോട്ടോ. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അത്ര വലിയ ഭാഗ്യവാൻ ഒരു കുടുംബത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു വേദനയായിരിക്കും. 4, 5 അത്ര പേരാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ കളിച്ചു തിരിച്ചു നടക്കുന്ന മക്കൾ. അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയോ? ഒരാളുടെ 3 മക്കളെ അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞാൽ, ഒരാളുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ അള്ളാഹു തിരിച്ചെടുത്താൽ അതിന് പകരം സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതാപിതാക്കൾക്ക് സ്വർഗമാണ്. നമ്മളതൊക്കെ പറയുമ്പോഴും അവരുടെ സങ്കടം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു വീട്ടിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല. കാരണം എന്തേ? നമുക്ക് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, അപകടങ്ങൾ, ദുരന്തങ്ങൾ. ഇന്നലെ ഞാനൊരു വഴിക്ക് പോകാൻ വേണ്ടി എന്റെ കൂടെയുള്ള കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഒരു തടിവണ്ടിയുടെ പുറകിൽ ഒരു ബൈക്കാരൻ പോയി കയറി. ഞാൻ പറഞ്ഞ യാത്ര തന്നെ നിർത്തി തിരിച്ചു കളഞ്ഞു. അപകടങ്ങൾ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അപകടങ്ങൾ കാണുന്നു. മാരകമായ രോഗങ്ങൾ നമ്മൾ കാണുന്നില്ലേ? അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ആരാണ് മുഖ്ബിതീങ്ങൾ? ആരാ? അവരുടെ അടയാളം എന്താ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എണ്ണി പറയുകയാ. ഒന്നാമതായിട്ട് അല്ലാഹു അവിടെ പറയുന്ന, പെങ്ങളെ, ഈ പറയുന്ന സ്വഭാവ ഗുണം നിങ്ങളിൽ ആർക്കാവുള്ളത്? ഈ പറയുന്ന സ്വഭാവങ്ങളിൽ, ഈ പറയുന്ന സ്വഭാവ ഗുണം നമ്മളിൽ ആർക്കാവുള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഒന്നാമതായി പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, الذين إذا ذكر الله وجلت قلوبهم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഈ പറയുന്ന സ്വഭാവ ഗുണം നമ്മളിൽ ആർക്കാവുള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കുറിച്ച് അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ അവന് പേടിക്കുമടോ. അവന് വല്ലാത്ത പേടിയാണ്, അവന് വല്ലാത്ത ഭയമാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു زادتهم إيمانا وعلى ربهم يتوكلون. ആരാണ് യഥാർത്ഥ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? തൊപ്പി ധരിച്ചവൻ മാത്രമല്ല, താടി വളർത്തിയവൻ മാത്രമല്ല, നിസ്കാര തഴമ്പുള്ളവനല്ല, പെങ്ങളെ ഫർദയും ഹിജാബും കയ്യിൽ തസ്ബീഹും പിടിച്ചു നടക്കുന്ന ഉമ്മയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നു, ആരാ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അവന്റെ അടയാളം എന്തെന്നറിയോ? അവന്റെ സ്വഭാവം എന്തെന്നറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവന്റെ മുമ്പിലെങ്ങാനും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുമ്പില് നരകം പറയണ്ട, ഖബർ പറയണ്ട, മരണം പറയണ്ട, മഹ്ശറ പറയണ്ട, സിറാത്ത് പറയണ്ട, ഹിസാബ് പറയണ്ട. അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാ മതി. അല്ലാഹുടെ പേര് പറഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവന് പടച്ച റബ്ബിന്റെ മുമ്പിലെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച തൗബ ചെയ്ത് തവക്കലേൽപ്പിച്ച് അവന് മടങ്ങുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ സദസ്സിലെ പടച്ചവനെ 10 വയസ്സ് മുതൽ 50ഉം 60ഉം വയസ്സ് വരെയുള്ളവരുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രാവശ്യമല്ല ബാപ്പാ, നിസ്കാര തഴമ്പുള്ള മുസ്ലിമാണെന്ന് പറഞ്ഞ് അല്ലാഹുവേ ജീവിക്കുന്ന എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ, നിന്റെ മുമ്പിൽ 1 കോടി പ്രാവശ്യം അല്ലാ അല്ലാ അല്ലാ
1 കോടി പ്രാവശ്യം നിന്റെ മുമ്പിൽ പറഞ്ഞാൽ ഒരു ചലനമുണ്ടാകുമോ വാപ്പാ? അതാ പ്രായമുള്ള ഉമ്മയോട് ചോദിക്കട്ടെ, 1 ലക്ഷം പ്രാവശ്യം അല്ലാ എന്ന് പറഞ്ഞാൽ പെങ്ങളെ ഒന്ന് ഭയം വരുമോ? ഒരു പേടി വരുമോ? കൈകാല് വിറയ്ക്കുമോ? നിനക്ക് അസ്വസ്ഥതയാണ്. പടച്ചവനെ, നിനക്കത് കേൾക്കുമ്പോൾ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഖുർആനിലൂടെ വാഴ്ത്തി പറഞ്ഞ അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ ഈ ലോകത്ത് പടച്ച റബ്ബിനോട് വല്ലാത്ത ഭയമാണ്, അവൻ അല്ലാഹനെ വല്ലാത്ത പേടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ അല്ലാഹു സന്തോഷ വാർത്ത പറഞ്ഞ അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവന്റെ ഒന്നാമത്തെ അടയാളം അവൻ അല്ലാഹനെ പേടിയാ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ കരയും. നമ്മൾ മരണവും കബറും നരകവും അസറയും പറഞ്ഞിട്ട് അനങ്ങണില്ല, പിന്നല്ലേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അവന് ഭയമാ, പേടിയാ. നമുക്കാർക്കാ പേടിയുള്ളത് അല്ലാഹനെ കുറിച്ച്? അല്ലാഹ് ആരാണെങ്കിലും അറിയോ വാപ്പ നിനക്ക്? എടാ, നമ്മളെ പടച്ച അല്ലാഹ് ആരാണെന്നെങ്കിലും എനിക്ക് നിങ്ങൾക്കും അറിയുമായിരുന്നെങ്കിൽ ഈ വയതിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹ് ആരാണെന്ന് പോലും നമുക്കറിയില്ല. പടച്ചവന് നമുക്ക് പേടിയില്ലടോ. അല്ലാഹനെ നമുക്ക് ഭയമില്ല. അല്ലാഹനെ കുറിച്ചൊരു പേടി നമുക്കില്ല. ഇത് സാധാരണ ആൾക്കാരോട് കാണിക്കുന്ന ആ ഭയം പോലും, ഒരു വ്യക്തിയോട്, എന്നെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനോടുള്ള പേടി പോലും അല്ലാഹുവിനോട് നമുക്കില്ല. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് അല്ലാഹനെ കുറിച്ച് എന്തറിയാം? ആരെങ്കിലും നിന്നോട് ചോദിക്കുന്നു, 80 വയസ്സുള്ള 70 വയസ്സുള്ള 60 വയസ്സുള്ള താടിയും തഴമ്പുള്ള വാപ്പാനോട് അമുസ്ലിമായ ഒരു സഹോദരൻ ചോദിക്കുന്നു, കാക്ക, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ കുറെ കൊല്ലമായില്ലോ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നു, ജമാഅത്തിന്റെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, നിങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ എനിക്കൊന്ന് പറഞ്ഞതാ? ഇരിക്കണ ഫർദയും ഹിജാബിട്ട് നടക്കുന്ന ഒരു താത്താനോട് ഒരു രമണി ചേച്ചി നിന്നോട് ചോദിക്ക, അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ? ആമിന. ആമിന എന്തോ പറയും? എന്താ നമ്മുടെ മറുപടി? അല്ലാഹ് എന്ന് പറഞ്ഞ എന്നെ പടച്ചതല്ല, ലോകം പടച്ചതല്ല, ഭക്ഷണം തരുന്നവനല്ല, മരിപ്പിക്കുന്നവനല്ല, കഴിഞ്ഞ സ്റ്റോക്ക് തീർന്നു. ഇത്രയുള്ള അല്ലാഹയെ കുറിച്ച് നമുക്കറിയുന്ന അറിവ്, അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്ക് അത്രയേ ഉള്ളൂ. നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് പേടിയില്ലടോ, ആ ചിന്തയില്ലടോ. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ബോധമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പരസ്യമായി പാപം ചെയ്യില്ലായിരുന്നു. തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയമുണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഭയമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ജനങ്ങൾക്ക് പേടിയില്ലാതായിരിക്കുകയാണ്. നന്മയും ചെയ്യുന്നു, തിന്മയും ചെയ്യുന്നു, ഒരുപോലെയാണ് രണ്ടും ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നന്മയും ചെയ്യും അവൻ, തിന്മയും ചെയ്യും. പണ്ടൊക്കെ പടച്ചവനെ ഒരു വീടി വലിക്കാൻ പേടിയാണ്, എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കാൻ പേടിയാണ്. ഇന്നതെല്ലാം പരസ്യമാണോ? പേടിയില്ല സഹോദരാ. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് പേടിയില്ലാതായിരിക്കുകയാണ്. അവൻ തെറ്റും ചെയ്യും, നന്മയും ചെയ്യും. പണ്ടങ്ങനല്ല, നന്മ ചെയ്യുന്നവന് തെറ്റു ചെയ്യാൻ പേടിയാണ്, തെറ്റു ചെയ്യുന്നവൻ നന്മ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, നന്മയും ചെയ്യും, തിന്മയും ചെയ്യും, ഒരുപോലെ രണ്ടും ചെയ്യുന്ന മനുഷ്യരുടെ കാലമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ അല്ലാ. ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ നന്മയും ചെയ്യും, തിന്മയും ചെയ്യും, ഒരു പേടിയില്ല. ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന പെട്ടെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 15 or 20 വർഷം മുമ്പത്തേക്ക് നിങ്ങൾ ചിന്തിക്കുക. ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ 5 വഖത്ത് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ കള്ളുകുടിക്കോ? കള്ളു കുടിക്കുന്ന ഒരാൾ പള്ളി വരുവോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു വെടികൊണ്ട പോലെ ഇരിക്കണം പറ മനുഷ്യന്മാരെ. ഇപ്പൊ ഒരു 20 വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ വരുവോ? വരൂല. നിസ്കരിക്കാൻ വരുന്നവൻ കള്ളു കുടിക്കോ? കുടിക്കൂല. എടോ, നിസ്കരിക്കാൻ വരുന്ന ഒരാൾ കള്ളു കുടിക്കാനാകില്ല, കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ വരത്തില്ല. വ്യഭിചരിച്ച് നടക്കുന്ന ഒരാൾ നിസ്കരിക്കാൻ വരൂല, നിസ്കരിക്കാൻ വരുന്ന ഒരുത്തൻ വ്യഭിചരിക്കാൻ പോകില്ല. പലിശയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാൾ നിസ്കരിക്കാൻ വരൂല, നിസ്കരിക്കാൻ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇങ്ങനൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഇന്നത്തെ അവസ്ഥ പറ. നാളെ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ പറ, ഇന്ന് കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുവോ? പറ, വരുവോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എടാ, കള്ളു കുടിക്കുന്നവൻ ഇപ്പൊ നിസ്കരിക്കാൻ പള്ളി വരുവോ? അവൻ നിസ്കരിക്കുകയും ചെയ്യും, കഞ്ചാവടിക്കുകയും ചെയ്യും, ഒരു പേടിയില്ലവൻ. ഇന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ വരും, അവൻ കള്ളു കുടിക്കും, കഞ്ചാവടിക്കും.
പണ്ട് അങ്ങനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല, പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല. ഇന്ന് വ്യഭിചരിക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്നുണ്ട് പള്ളി പരിപാലിക്കാൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ വരെ എത്തി? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭയമില്ലാതെ പോകുന്നു. ഇന്ന് പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്നവൻ ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്നവനും പലിശ കച്ചവടം നടത്തുന്നവനാ. പലിശ കച്ചവടം നടത്തുന്ന എവിടെ എത്തി നിൽക്കുന്ന ഈ ഉമ്മത്ത്? പേടിയില്ലടോ ആർക്കും. അതാ ഞാൻ പറഞ്ഞത്, ഈ പെണ്ണുങ്ങൾ വാഴലും കേൾക്കും, പ്രഭാഷണം കേൾക്കും, ഫർദയിടും, ഹിജാബിടും, എല്ലാം ചെയ്യും. അതിനിടയിൽ ബാക്കിയുള്ള പരിപാടികളും ചെയ്യും. അല്ലേ? വാഴലും കേൾക്കും, സീരിയലും കാണൂല്ലേ, സിനിമയും കാണൂല്ലേ, വാട്സപ്പിലൂടെ ഫോൺ വിളിയില്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഫർദ, ഹിജാബ്, പടച്ചവനെ ഇഖാബ്, എന്തൊക്കെയാ പടച്ചവനെ, എല്ലാം ഇനി ഒന്നും മറക്കാനൊന്നുമില്ല. കണ്ണുപോലും പുറത്തു കാണാത്ത രീതിയിൽ നടക്കുന്ന ഇത്താമാര്. പടച്ചവനെ വാക്കി പറയാതിരിക്കാനാ നല്ലത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം ഒരു മറയായി കാണുന്നവർ, എല്ലാം ഒരു മറയായി കാണുന്നു. പേടിയില്ലടോ ആർക്കും. അതിപ്പോ ഉസ്താദ് എല്ലാരും കണക്ക്. ഞാൻ നിങ്ങളെ മാത്രമല്ല കുറ്റം പറഞ്ഞേ, ഞാൻ പറഞ്ഞത് പൊതുവായിട്ട് എല്ലാവരെ കുറിച്ച്, ഉസ്താദന്മാരെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞത്. അള്ളാഹു ഞങ്ങളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആലിമും കണക്കാ, ജാഹിലും കണക്കാ, എല്ലാം തുല്യമാണ് ആ ഒരു വിഷയത്തിൽ. അറിവുള്ളവനും അറിവില്ലാത്തവനും എല്ലാം കണക്ക് തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലിമാണെങ്കിലും ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? അത് ആലിമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആകാശത്തിന്റെ കീഴിൽ ജീവിക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ആരാ? ഉറക്കെ പറഞ്ഞ ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനാരാ? അത് ഉസ്താദ് തന്നെയാ. ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും തലതിരിഞ്ഞവനും. അവൻ നാട്ടുകാരെ പഴപ്പിക്കും, ദുബൈയും തൊപ്പിയിട്ടിട്ട്. അവനിങ്ങനെ ആൾക്കാരെ പഴപ്പിക്കുന്നവൻ. അതല്ല, ഇങ്ങനെ എനിക്ക് അറിയാലോ എത്ര എണ്ണത്തിന് എന്തെല്ലാം കാണിക്കുന്നു. പടച്ചവൻ ഇവൻ ആരും അത്ഭുതത്തോടെ ചിന്തിക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ട് നടക്കുന്നു, ഉംറ ഗ്രൂപ്പ്, എന്തെല്ലാം കാണിക്കുന്നു നടക്കുന്നു. അതൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ അതിന്റെ പുറകിൽ പെട്ടിങ്ങനെ നടക്കാം. എന്തെല്ലാം കാണിക്കുന്നു, തൊപ്പിയും താടി, അതിന് കാര്യമൊന്നുമില്ലടോ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെല്ലാ കൂട്ടത്തിലുമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. പടച്ചവനെ പേടിയാ പെങ്ങളെ. പണ്ടൊക്കെ ഒരു ഭയമായിരുന്നു, തെറ്റുകൾ ചെയ്യാൻ നമുക്ക് വല്ലാത്ത പേടിയായിരുന്നു. ഇന്നാർക്കും പേടിയില്ലടോ. ഇന്ന് തെറ്റ് ചെയ്യാൻ പേടിയില്ലടോ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്. പറയുന്നു, ഉസ്താദ് നിങ്ങളൊക്കെ എത്ര വയലു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ എത്ര വയലു പറഞ്ഞാലും തൊണ്ട കീറിയിട്ട് വലിച്ചു വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരു മാറ്റം വരൂല. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്. കള്ളും പെണ്ണും കഞ്ചാവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുമായി ഇഷ്ടമുള്ള പെണ്ണിന്റെ കൈപിടിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന കാലമാ. പടച്ചവനെ എല്ലാവരും പടച്ചറപ്പിനെ മറന്നു നടക്കുമ്പോ എടാം നാടോടുമ്പോ നടുവ ഓടരുത് മോനെ. പടച്ചവനെ കാലമെത്ര മാറിയാലും ഇസ്ലാമിന്റെ നിയമം മാറൂല. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ എല്ലാവരും ഇന്നത്തെ യുവതലമുറ ചിന്തിക്കേണ്ട കാര്യമാണ്. അവര് ചെയ്താൽ അത് ഇസ്ലാമിന്റെ നിയമമാകൂല. അത് ആലിമ ചെയ്താലും തങ്ങള് ചെയ്താലും ഇമാമു ചെയ്താലും കമ്മിറ്റിക്കാര് ചെയ്താലും ആരൊക്കെ ചെയ്താലും അല്ലാഹുവിന്റെ നിയമം മാറാറില്ല. തെറ്റു ചെയ്യുന്നത് ആരാണെങ്കിലും അത് തെറ്റു തന്നെയാണ് സഹോദരാ. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. ഇന്ന് പേടിയില്ലടോ. ഇന്ന് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ലടോ. നന്ദി കാണിക്കാൻ സമയമില്ലടോ. പടച്ചവനെ പാപം ചെയ്യാൻ പേടിയില്ലടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, രണ്ട് സ്വർഗം തരാ, രണ്ട് സ്വർഗം തരാ. അല്ലാഹു ഓഫർ ചെയ്യുന്നത് രണ്ട് സ്വർഗമാണ്. ആർക്കാണ് രണ്ട് സ്വർഗം അല്ലാഹു കൊടുക്കുന്നതെന്നറിയോ? നിസ്കരിക്കുന്നവനല്ല, നോമ്പ് പിടിക്കുന്നവനല്ല, പള്ളി കെട്ടിക്കൊടുക്കുന്നവനല്ല, ഹജ്ജ് ചെയ്യുന്നവനല്ല, പടച്ചവനെ വഅദ് പറയുന്നവനല്ല, ഖുർആൻ പഠിക്കുന്നവനല്ല. അല്ലാഹു ഒരാൾക്ക് രണ്ട് സ്വർഗം കൊടുക്കാമെന്ന് പറയുകയാ.
കൊടുക്കുകയാ. ആർക്കാണ് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തെറ്റു ചെയ്യാൻ ഒരുപാട് അവസരമുണ്ട് മോനെ. പണ്ടൊക്കെ കള്ളു വേണമെങ്കിൽ, കഞ്ചാവ് വേണമെങ്കിൽ പടച്ചവനെ വലിയ കഷ്ടപ്പാടായിരുന്നു. ഇന്ന് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് തരുന്ന കാലമാ മോനെ. മക്കളെ, ഇന്ന് ആവശ്യത്തിന് വേണ്ടത് വെറുതെ കിട്ടുമടാ. മക്കളെ, നിങ്ങൾ പെണ്ണുങ്ങളെ തേടി പോകണ്ട, അവര് നമ്മളെ തേടി വരികയാണ്. ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാമല്ലോ. നിയമങ്ങൾ മുഴുവനും അനുകൂലമാണല്ലോ. പടച്ചവനെ, എല്ലാവരും ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും ഒന്ന് തെറ്റല്ലാത്ത അവസ്ഥയിൽ അതൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് മോനെ. അത് പാപമാടാ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുമോനെ. ഈ ആയത്ത് ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ബോധുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഈ ആയത്ത് ഓതുകയാണ്. മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ആരുടെ ഖബറിന്റെ ചാരത്തിരുന്ന് ഓതിയതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ വിചാരമുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ മക്കത്തു ജീവിച്ചിരുന്ന പൊന്നുമോനെ. ഉമർ തങ്ങൾക്ക് അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഉമർ തങ്ങൾക്ക് അവന് വലിയ കാര്യമായിരുന്നു. അതിന്റെ കാരണം സൗന്ദര്യമല്ലായിരുന്നു, പണമായിരുന്നില്ല, അധികാരമായിരുന്നില്ല, വലിയ കുടുംബമായിരുന്നില്ല. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ അവൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരനാട് അവന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരിക്കുമടോ. അല്ലാഹുവേ, അവൻ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാ. ഈ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിലൊരു പെണ്ണിന്റെ വീടുണ്ട്. ആ പെണ്ണിന് ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത ഇഷ്ടമാണ്. എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും ആ ചെറുപ്പക്കാരൻ പ്രതികരിക്കുന്നില്ല, തന്റെ സ്നേഹം കണ്ടെന്ന് പോലും കാണിക്കുന്നില്ല. ആ പെണ്ണിന് വല്ലാത്ത ദേഷ്യമായടോ. അവസാനം ആ പെണ്ണ് തീരുമാനിച്ചു, എങ്ങനെയാണെങ്കിലും ഇവനെ ഒന്ന് പിടിച്ചു നിർത്തണമല്ലോ. അങ്ങനെ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്നു വരുമ്പോ, ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ ഈ പെണ്ണ് വഴിയോരത്ത് കാത്തു നിൽക്കുകയാ. ഈ പെണ്ണ് വഴിയോരത്ത് കാത്തു നിൽക്കുകയാ. പടച്ചവരെ, ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വന്നപ്പോ ഈ പെണ്ണ് ഓടിച്ചെന്ന് അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ ആഗ്രഹം പറയുകയാണ്, ഏ ചെറുപ്പക്കാരാ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാടാ, എന്തേ നീ പരിഗണിക്കാത്തത്? എത്രയോ നാളുകൾ കൊണ്ട് ഞാൻ നിന്നെ കാത്തു നിൽക്കുകയാണ്, എന്തേ നീ പരിഗണിക്കാത്തത്? പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരാ. സുബ്ഹാനല്ലാഹ്, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ണ് നിറയുകയാണ്, അവന് കരയുകയാണ്. ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ നെഞ്ചത്തേക്ക് പിടിച്ചു കിടത്തിയിട്ട്, ആരും കാണുന്നില്ലടാ, ആരും അറിയുന്നില്ലടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുന്നതിന് വേണ്ടി യാചിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയോ? അല്ലാഹുവേ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാഹ്, ഞാൻ നരകത്തിൽ
നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ, ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊട്ടല്ലോ, ഞാൻ ഇനി നരകത്തിന്റെ വിറക് കൊള്ളിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. ആ പെണ്ണ് ഓടി രക്ഷപ്പെട്ടടോ. ചരിത്രം പറയുകയാണ്, ബോധമില്ലാതെ വഴിയോരത്ത് കിടന്ന ചെറുപ്പക്കാരന് അതാ ജനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി പടച്ചവനെ ഉപ്പാടെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ ബോധം വന്നപ്പോ കരയുന്നു, വാപ്പാ നരകത്തിലാ വാപ്പാ, എല്ലാം നഷ്ടപ്പെട്ടു ഉപ്പാ. പടച്ചവരെ ഉപ്പാടെ മുമ്പിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ്. പിതാവ് ചോദിച്ചു, എന്തേ മോനെ, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് കരയുകയാണ്. വാപ്പ പറഞ്ഞു, പൊന്നുമോന് കരയണ്ട, എന്റെ മോൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ആ പെണ്ണ് മോന്റെ ശരീരത്തെ കയറി പിടിച്ചതാണല്ലോ, എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണല്ലോ, അതുകൊണ്ട് എന്റെ പൊന്നുമോന് കരയണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ എത്ര പറഞ്ഞിട്ടും ആ കുഞ്ഞിന്റെ കരച്ചല് മാറുന്നില്ല. ആ ചെറുപ്പക്കാരൻ കിടന്ന് നിലവിളിക്കുകയാണ്. വാപ്പയ്ക്ക് പേടിയായടോ, തന്റെ പൊന്നാര മകൻ നെഞ്ചു പൊട്ടികെട്ടും മരിച്ചു പോകുമെന്നുള്ള പേടി വന്നപ്പോ അവിടെ നിന്ന് സമാധാനിപ്പിച്ചു, മോനെ നീ നിരപരാധിയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്കു വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്കു. തന്റെ പൊന്നാര മകന്റെ സങ്കടം കണ്ടപ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് തന്റെ പൊന്നാര മകന്റെ സങ്കടം പറയുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വാപ്പ സമാധാനത്തോടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ മരിച്ചു കിടക്കുകയാണ്. അവൻ തെറ്റു ചെയ്തു പോയല്ലോ, ഞാൻ പാപിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. കരഞ്ഞ് 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 ഹൃദയം പൊട്ടികെട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവേ, ആ പൊന്നുമോന്റെ ജനാസ നമസ്കാരം കഴിഞ്ഞിട്ട് കബറടക്കി കഴിഞ്ഞപ്പോ അവന്റെ കബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, മോനെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, നിനക്ക് രണ്ട് സ്വർഗമാ മോനെ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണ്, ചെറുപ്പക്കാരാ, നിന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവളോട് പറയണം, ഇന്നീ എനിക്ക് പടച്ചവനെ പേടിയാ പെണ്ണ്, ഇത് വ്യഭിചാരമാണ്, നീ എന്റെ ശരീരത്ത് തൊടുന്നത് തന്നെ വ്യഭിചാരമാണ്. കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്റെ കയ്യിൽ കയറി പിടിച്ചാൽ പെങ്ങളെ അവനോട് പറയണം, ഇത് വ്യഭിചാരമാണടാ, എടുക്കടാ കയ്യ്. ഫ്രണ്ട്ഷിപ്പ് വേറെയാ, ശരീരത്ത് തൊടുന്നത് വേറെയാ. നീ എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറയുന്ന പെണ്ണ്, നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് രണ്ട് സ്വർഗമാ മോള്. ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്ന കൂട്ടുകാർ മുഴുവനും കള്ളു കുടിക്കുകയാണ്. എടാ, ഒരു കബള് കുടിക്കടാ. ആ സമയത്ത് പറയണം, കള്ളു കുടിക്കല് ഹറാമാ. ഒരല്പമെങ്കിലും തൊണ്ടയ്ക്ക് താഴെ പോയാ അവൻ ഒരു കാലത്തും തൗബ ചെയ്യാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ കിടക്കൂല. മോനെ, നിന്നെ ഒറ്റപ്പെടുത്തുമടോ. എല്ലാവരും കളിയാക്കും, പരിഹസിക്കും, എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. ഫ്രീ ആയിട്ട് നിന്നാൽ അല്ലാഹുവേ ഹറാമാണെന്ന് കരുതിയിട്ട് പിന്മാറിയാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ.
രണ്ട് സ്വർഗമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. ഏത് സുന്ദരിയുടെ മുമ്പിലും മുട്ടുമടക്കല്ല ചെറുപ്പക്കാരാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, പടച്ചവനെ സുലൈഖ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ. അതാ രാജകുമാരിയായ സുലൈഖ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട്, മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലടച്ചിട്ട്, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് രാജ്യത്തെ രാജകുമാരി കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാ യൂസുഫേ, എന്നെ ഒന്ന് എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാടാ. യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനോടല്ല, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് രാജ്യത്തിന്റെ രാജകുമാരി യാചിച്ചപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ പറഞ്ഞു, യൂസുഫേ, ആരും അറിയില്ലടോ, ഈ റൂമിന്റെ ഉള്ളറയ്ക്കകത്ത് വെച്ച് എന്ത് ചെയ്താലും ആരും അറിയില്ല, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല മആദല്ലാഹ് സുലൈഖ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, ആര് കാണുന്നില്ലെങ്കിലും പടച്ചറപ്പ് കാണുന്നുണ്ട് സുലൈഖ. ഇന്നീ രണ്ട് സ്വർഗം ഓഫർ ചെയ്യുന്നുണ്ട്. രണ്ട് സ്വർഗം നിസ്കരിക്കുന്നവനല്ല, ഹജ്ജ് ചെയ്ത ഹാജിക്കല്ല, ഖുർആൻ പഠിച്ച ഹാഫിളിനല്ല. അൽഹംദുലില്ലാഹ്, ഞാൻ ഇപ്പൊ വരുമ്പോ ഒരു ഹിഫ്ള് കോളേജ് സന്ദർശിച്ചിട്ടാ വരും. നിങ്ങളുടെ നാട്ടില് ഇവിടുന്ന് പരിസരത്തല്ല, ഷംസുൽ ഹുദ എന്ന് പറഞ്ഞ ഒരു ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനം, 10-24 മക്കൾ പഠിക്കുന്നുണ്ട്, എല്ലാം ചെറിയ കുട്ടികൾ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഷംസുൽ ഹുദ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പരിസരത്ത്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ഹലീൽ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാനിപ്പോ സന്ദർശിച്ചിട്ടാ വരുന്നത്. അൽഹംദുലില്ലാഹ്, ഈ നാടിന്റെ വെളിച്ചമായ ഒരു ഹിഫ്ള് ഖുർആൻ സ്ഥാപനം അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആരൊക്കെ അതിനെ സഹായിച്ചോ സഹകരിച്ചോ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞാനിപ്പോ സന്ദർശിച്ചിട്ടാ വന്ന്. ചെറിയ മക്കൾ, എല്ലാം ചെറിയ കുട്ടികൾ. ഇവിടെയൊക്കെ മക്കൾ മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും സൈക്കിളും ബൈക്കുമായിട്ട് നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ചെറിയ മക്കൾ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ ഒന്നും വീട്ടിലില്ലല്ലോ. നിങ്ങളുടെയൊക്കെ മക്കളിൽ ആരെങ്കിലും എന്ത് ഹാഫിളുകളും ആലിമ്യങ്ങളും ആക്കാത്ത എന്ത്? ആ കൊച്ചുമക്കള്, എന്റെ ഭാര്യ, എന്റെ മകൻ ഖുർആൻ പഠിക്കാൻ പോയിട്ടുണ്ട്, എന്റെ പൊന്നുമോൻ ഖുർആൻ പഠിക്കാൻ പോയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അവനെ കാണാൻ പോയിട്ട് വന്നു. ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യ അടുക്കളയിൽ പോയി നിന്ന് കരയുക. ഓൾ അടുക്കളയിൽ പോയി നിന്ന് കരയുക. എനിക്ക് വിഷമമുണ്ട്, എന്നെ മോൻ പോയി നിൽക്കുക. പക്ഷെ നമ്മൾ പഠിച്ചവരായതുകൊണ്ട് നമുക്ക്, ഞങ്ങൾ കാണാൻ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ അവനിങ്ങനെ മതിൽ മറിയുന്നത് വരെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എന്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് കരയുന്നു, ബാത്റൂമിന്റെ അവിടെ പോയി നിന്ന് കരയുന്നു, മക്കളോടുള്ള സ്നേഹത്തോടോ. എന്നാൽ എന്തിന്റെ പേരിലാണോ നമ്മളൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട്, ആ കൊച്ചു മക്കളെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ആ കുട്ടികളെ മാതാപിതാക്കൾ കൊണ്ടുവിട്ടിരിക്കുന്ന ഖുർആനിനോടുള്ള മഹബത്ത്. അള്ളാഹു മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ സ്ഥാപനമൊന്നുമില്ല, ഇവിടെ സ്ഥാപനമൊന്നുമില്ല. ഇവിടെ ഉണ്ടോ? അവിടെ ഹിഫ്ളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നുമില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എത്രത്തോളം മഹത്വം ഉണ്ടെന്നറിയോ? പഠിപ്പിക്കണം മക്കളെയൊക്കെ. ഖുർആൻ പഠിക്കുന്ന കുട്ടികളെ എടാവാടാന്ന് പോലും വിളിക്കാൻ പാടില്ല എന്ന്. അതാ ബഹുമാനം, വേറെ ഒന്നും വേണ്ട. മക്കളെ എടാന്ന് വിളിക്കത്തില്ലേ? ഡാ എന്ന് വിളിക്കത്തില്ലേ കുട്ടികളെയൊക്കെ? പക്ഷെ ഖുർആൻ പഠിക്കുന്ന മക്കളെ എടാ എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ഇത്രയ്ക്കും ബഹുമാനമാണ്. എടാ വാടാ പോടാന്നൊന്നും മക്കളെ വിളിക്കരുത്. ഖുർആൻ പഠിക്കുന്നവരെ വിളിക്കരുത്. ഖുർആൻ പഠിച്ചവനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണം. ഖുർആൻ പഠിച്ച ഒരു മകനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണം. എന്താ മഹത്വം ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അവിടെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ നാട്ടിലല്ലേ ചങ്ങാതിമാരെ, കണ്ണിന്റെ മുമ്പിലല്ലേ ഒരു സ്ഥാപനം കിടക്കുന്നത്, കൊണ്ട് പഠിപ്പിക്കടോ. മക്കളെ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുക. 2-3 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, മോനെ എത്ര പെട്ടെന്ന് പഠിച്ചിട്ട് നീ തിരിച്ചു വാ, എത്ര പെട്ടെന്ന് നീ ഹാഫിളായാൽ മതി, എനിക്ക് അത്ര മതി, നീ ഹാഫിളാകണം.
നീ ഹാഫിളായ, അൽഹംദുലില്ലാഹ്, ഒരു ഖുർആൻ പഠിച്ച ഒരു ഹാഫിളിന്റെ വാപ്പയ്ക്ക് കിട്ടുന്ന പദവി എനിക്ക് നീ വാങ്ങിച്ചേരണം. എൻ്റെ മോനോട് ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത്, എന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഹാഫിളായാൽ മതി. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സ്ഥാപനത്തിൽ അഡ്മിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ പഠിപ്പിക്കുക, ഭൗതികവും ആത്മീയവും രണ്ടുമുണ്ട്. വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രം, ആത്മീയമല്ല, രണ്ടും കൂടെ അൽഹംദുലില്ലാഹ് കലർത്തിയിട്ടുള്ള സ്ഥാപനം. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ നല്ല നിലയിൽ വളർത്തണം. ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും തൊടുന്നതൊന്നും തെറ്റായിട്ട് പറയുന്നുണ്ടോ? തൊടുന്നത് കൂടെ പഠിക്കുന്നവൻ കയറി പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഉമ്മ തന്നെ പറയും, ഓന്റെ കൂടെ കയറിപ്പോക്കോ. ഇസ്ലാമിന്റെ നിയമം പഠിക്കണം. ലൈവാ ഇല്ലേടാ? എന്താ റാഫി, ലൈവല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗത്തായി പോകും. അതുകൊണ്ടാ പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ. 10-29 കേസുണ്ട്. അള്ളാഹു സമാധാനം തരുമാറാകട്ടെ. എല്ലാം പ്രസംഗിച്ചട്ടാ. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് 9.5 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. എന്താ അവസ്ഥ? ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ അകത്ത. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ നിയമം എന്താ? ഒരു പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ എന്താ? ദുആ. സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേൽ ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതന്നെ സലാം. ഈ സലാം പോലും പറയാൻ പാടില്ലല്ലോ. നിങ്ങളിപ്പോ അങ്ങനെ തൊടുന്നും പിടിക്കുന്നൊക്കെ. വലാ തഖറബു സിന, ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എടോ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ മക്കളെയൊക്കെ വളർത്തുന്ന ചുറ്റുപാടുകൾ ചിന്തിച്ചു നോക്കിയേ. സഹോദരന്റെ ഭാര്യയുടെ കൂടെ അനിയനോട് പറയണ്ട, അനിയനോട് പറയാ. കാക്ക പറയുന്ന എന്റെ പെണ്ണുമ്പുള്ള ബൈക്കിന്റെ പറയും. വയലൊക്കെ വന്ന എങ്ങനെ ചേട്ടത്തിയെ അനിയനാ ബൈക്ക് വായതിന് കൊണ്ടുവന്നിരിക്കണേ. ഇവിടെ എന്താ പറയാ? ജ്യേഷ്ഠന്റെ ഭാര്യ എന്താ പറയാ? ഇരിക്കണ. എന്റെ സഹോദരൻ, എന്റെ ഇക്കാടെ വൈഫ് എനിക്ക് അന്യ പെണ്ണല്ലേ? എന്റെ ബൈക്കിന്റെ പുറകെ കയറ്റിയിരുത്തിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എന്താ ചിന്തിക്കാത്തത്? കാക്ക തന്നെ പറയുന്ന അനിയനോട് കൊണ്ടുപോടാ. ഇസ്ലാമിന്റെ നിയമം എന്താ നിങ്ങൾ പഠിക്കാത്ത? ഇസ്ലാമിന്റെ ഒരു നിയമം ഉണ്ടല്ലോ, അതെന്താ നിങ്ങൾ പഠിക്കാത്ത? പണ്ട് നീ ഉമ്മ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പിരിയുന്ന സമയത്ത് അന്ന് ആമിന സ്കൂളിൽ പോയില്ല. എന്തേ? ഫോട്ടോ എടുക്കും. മുഖം കാണിക്കാൻ പേടിച്ചിട്ട്. ഇന്ന് ആമിനയുടെ അവസ്ഥ എന്തെന്നറിയോ? ഇന്ന് 1980-ലും 85-ലും 90-ലും സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് പ്രായമായി മക്കളെയും കെട്ടിച്ചു. ഇപ്പൊ ഗ്രൂപ്പിനകത്തുണ്ട്. ഇപ്പൊ ആമിന ചാറ്റ. പണ്ട് അബൂബ കൂടെ പഠിച്ചവരെ. ഇപ്പൊ എന്നിട്ട് എല്ലാ സംഗമം. അന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കത്തില്ല, ഇന്ന് മടി വേണമെങ്കിലും കയറിയിരിക്കും. അതവസ്ഥ. ഇവിടെ സ്വന്തം സഹോദരന്റെ ഭാര്യ, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ എനിക്ക് അന്യ പെണ്ണ. എന്ത് ചിന്തിക്കാത്ത? എനിക്ക് എന്റെ ചേട്ടത്തിയല്ലേ? എനിക്കൊന്നും തോന്നില്ല, എന്നാലും പിടിച്ച് കൊണ്ടുനടക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കിന്ന് ആ ചിന്തയൊന്നുമില്ല. ഉമ്മ തന്നെ പറയാ, കൂട്ടുകാരനല്ലേ കയറിപ്പോ, കുടുംബക്കാരനല്ലേ കയറിപ്പോ, അവന്റെ ബൈക്കിന്റെ പുറകെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, പൊക്കോ. എടാ അനിയ ഒന്ന് വിട്ടേരടാവല്ല, മോളെ ഒന്ന് ബസ് കയറ്റി വിട്ടേരെ. പ്രായപൂർത്തിയായ മകളെ കയറ്റി വിടുന്നു ഉമ്മ. വ്യഭിചാരമല്ലേ ഉമ്മ ചെയ്ത്? നീ അള്ളാന്റെ മുമ്പിൽ നിന്നെ പടച്ചുറപ്പ് വെറുതെ വിടൂ. നീ എന്താ ചിന്തിക്കാത്ത? തൊടലും പിടിക്കലൊക്കെ എന്തോ വലിയ തെറ്റാ. നീ വിചാരിച്ചിരിക്കുന്ന പോലെ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ നബിതങ്ങൾ പറഞ്ഞല്ലോ, വ്യഭിചാരം എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണിന്റെയും ആണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയണേ. കണ്ണിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, സർവ്വതും വ്യഭിചാരം. മയ്യത്ത് കാണാൻ പാടുണ്ടോ? ഒരന്യ പുരുഷന്റെ മയ്യത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പാടുണ്ടോ? ഒരന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടും? ഇസ്ലാമിന്റെ നിയമമല്ലേ ഇത്? ഇതൊക്കെ നമ്മളങ്ങ് കാറ്റിപ്പുറത്ത കണ്ടവന്റെ കൂടെ പറഞ്ഞു വിടാ. പെണ്ണുപിള്ളേ, മക്കളെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. എല്ലാം ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ട് കളിയും തമാശകൾ. എന്ത് കളിയാ ചങ്ങായിമാരെ കളിക്കണേ? അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കളെ വളർത്തേണ്ടത്. ഉസ്താദെ, എന്റെ മക്കൾ നന്നാകുന്നില്ല ഉസ്താദെ. എല്ലാരും പറയാ, ഓൻ ഉസ്താദെ കഞ്ചാവ് അടിക്കുന്നു, 18 വയസ്സായി 20 വയസ്സായി ഉമ്മാനെ വാപ്പാനെ തല്ലുന്നു ഉസ്താദെ. നന്നാവാൻ വേണ്ടി ദുആ ചെയ്യ്. ചുമ്മാതെ കിട്ടുമോ മക്കളെ? എന്റെ ഉമ്മാനോട് ചോദിക്കുന്നു, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത്. എങ്ങനെ മക്കളെ വളർത്തേണ്ടെന്നറിയോ? ഉസ്താദെ, ഞാൻ പറയുന്നത് എന്റെ മക്കൾ അനുസരിക്കുന്നില്ല. പല മാതാപിതാക്കളും പറയുന്നു, ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. എടോ, മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരെയാകണം. നമ്മൾ നേരെയായാലും നമ്മുടെ മക്കൾ നേരെയാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ മക്കള്. അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തു, ദീൻ പറയുന്ന രീതിയിൽ വളർത്തു. അൽഹംദുലില്ലാഹ്, അങ്ങനെ വളർത്തിയാൽ ഒരിക്കലും നിനക്ക് നാണം കെടേണ്ട വരൂല. ഒരിക്കലും നിന്റെ മക്കള് നിന്നെ തല്ലിക്കൊല്ലൂല. ഒരിക്കലും നിന്റെ മക്കള് നിന്നെ നാണം കെടുത്തൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പലമ്പല ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. വാപ്പാ, നിന്നെ കുളിപ്പിച്ച് സുഗന്ധം തേച്ച് പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞ് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറടക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നത്? പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പല പല വിഭാഗങ്ങളായി എന്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് കടന്നു വരുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നാളെ നാണം കെടുത്തും വാപ്പാ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, മൂന്ന് വിഭാഗത്തോട് അല്ലാഹു കരുണ കാണിക്കൂല. മൂന്ന് പേരോട് അല്ലാഹു സംസാരിക്കില്ല. അല്ലാഹു അവരുടെ മുഖത്ത് പോലും നോക്കില്ല. അല്ലാഹു പരിചയം പോലും കാണിക്കൂല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലും നാണം കെട്ടവരെ പോലെ പുഴുത്ത് നാറിയിട്ട് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ നാളെ പടലോകത്തേക്ക് കടന്നു വരുന്ന മൂന്ന് വിഭാഗമുണ്ടോ. ഒരു വിഭാഗം ആരെന്നറിയോ? ഒരു വിഭാഗം ആരെന്നറിയോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, വാപ്പാ നിനക്കറിയാമത് പാപമാത് പാപമാത് പാപമാ, നിനക്കറിയാമത് പാപമാണെന്ന്, എന്നിട്ടും നിന്റെ മക്കള് ചെയ്യുമ്പോ ആ പാപമാണെന്നറിഞ്ഞിട്ടും നിസാരമായി കാണുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്കറിയാം അത് പാപമാണെന്ന്, നിനക്ക് ഉറപ്പാ പാപമാണെന്ന് നിനക്കറിയാം, എന്നാലും നീ തിരുത്തൂല. മക്കളായതുകൊണ്ട് ഭാര്യയായതുകൊണ്ട് തെറ്റു തിരുത്തി കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ തെറ്റാണെന്ന് നമുക്കറിയാം, ഇതൊക്കെ പാപമാണെന്ന് നമുക്കറിയാം. തൊടുന്നത്, സലാം പറയുന്നത് പാപമാണെങ്കിൽ, ഒരു അന്യ പെണ്ണ് അസ്സലാമു അലൈക്കും എന്ന ദുആ എന്ന സലാം പറയൽ ഒരു പാപമാണെങ്കിൽ, ബാക്കി നിങ്ങൾ പറ പാപമല്ലേ? ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ നടക്കുന്ന പരിപാടികൾ എന്താ? ഒരതിരുകളില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അങ്ങനൊന്നുമില്ല. നാട്ടുകാരെയല്ല പേടിക്കേണ്ടത്. എന്റെ ഭർത്താക്കന്മാരോട് ഞാൻ പറയുന്നു, നാട്ടുകാരെയല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി. എടാ അയൽവാസി, നാട്ടുകാരന് നീ വീട്ടിൽ കയറ്റത്തില്ല, പക്ഷെ നിന്റെ കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരന് നിന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കാനുള്ള അവകാശം നീ കൊടുക്കും. കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ വെറുതെ അല്ല, മക്കളെ വളർത്തേണ്ടത് എങ്ങനെ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് തുറന്നിട്ടുകൊണ്ട് നടക്കുകയാണും പെണ്ണും. ഔറത്ത് പോലും മറക്കണില്ലല്ലോ. എല്ലാം ഇങ്ങനെ നടക്കുക. ആണാകട്ടെ പെണ്ണാകട്ടെ, വയലിന് വരുമ്പോ ഫർദി ഹിജാബ്, ഇതിന്റെയൊക്കെ അവസ്ഥ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുക. വീട്ടിൽ പോകുമ്പോ പ്രായപൂർത്തിയായ പെങ്ങളുടെ മുമ്പിലൂടെ നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരില്ലേ? സ്വന്തം 18ഉം 19ഉം വയസ്സുള്ള സഹോദരിയുടെ മുമ്പിലൂടെ ഇത്രയുള്ള സായിപ്പിട്ട എന്താ പറയാ, വെറുമ്പോടെ എന്താ പറയാ, ഇട്ടുണ്ട് നടക്ക. ഔറത്ത് കുഴപ്പം തോന്നുന്നു. വാപ്പ, നിന്റെ മുമ്പിൽ കൂടെ നിന്റെ മോൻ നടക്കുന്നില്ലേ? എന്തേ നീ തിരുത്താത്തെ? നിന്റെ സ്വന്തം മകള് നെയ്റ്റ്രസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് നിന്റെ മുമ്പിലൂടെ നടക്കുന്നില്ലേ? എന്തേ ഉപ്പ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? നീന്ത വിചാരി. എന്തേ ഉസ്താദെ, കൂടപ്പുറപ്പിന് ഇപ്പൊ എന്താ? കൂടപ്പുറപ്പിന്റെ ഔറത്ത് കണ്ടാ കുഴപ്പം വല്ലതും ഉണ്ടോ? എന്റെ സഹോദരിയല്ലേ, അവൾ എന്റെ കണ്ടാൽ എന്താ? അങ്ങനെ നമ്മൾ അങ്ങനെ. എടാ, കൂടപ്പുറപ്പിന്റെ പോട്ടെ, വാപ്പാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പാടുണ്ടോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നിന്റെ സ്വന്തം ഉമ്മാടെ ഔറത്ത് നിനക്ക്, എന്റെ ഉമ്മാടെ ഔറത്ത് എനിക്ക് കാണാൻ പാടുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? കാണാൻ പാടുണ്ടോ? ഖുർആൻ മക്കളെ വളർത്തേണ്ടത് എങ്ങനെ?
മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? ഖുർആൻ പറയുന്നു 3 സമയങ്ങളിൽ നിങ്ങൾ പഠിക്കണം. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിക്കണം. സെക്സ് പടം കാണുന്ന ഒരുമിച്ചിരുന്ന ഉമ്മായും മക്കളും കൂടെ, ഉമ്മായും വാപ്പായും മക്കളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇന്നൊരു ഫിലിം സമാധാനത്തോടെ ഒരു പെണ്ണുപിള്ളയ്ക്ക് ഭർത്താവിന് ഇരുന്ന് കാണാൻ പറ്റുമോ? ഇന്നൊക്കെ ഇറങ്ങുന്ന ഫിലിം ഒരു ഭാര്യക്ക് എന്തിനാ ഫിലിം കാണണ്ട, ഈ റോഡിൽ കൂടെ പോകുമ്പോ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോസ്റ്ററെങ്കിലും ഒരു ഉപ്പാനും ഉമ്മാനും മക്കൾക്ക് കാണാൻ പറ്റുന്നതാണോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തേണ്ടത് ഖുർആൻ പറയുന്നു പ്രായപൂർത്തിയാകാത്ത മക്കൾ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്ന്. അപ്പൊ ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, ആ ചെറിയ മക്കൾ പോലും ഖുർആൻ പറയുന്നു അവരെ വളർത്തേണ്ടത് എങ്ങനെയാ? 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിൽ കയറരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, വലിയവന്റെ കാര്യമല്ല, ഈ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. 3 സമയങ്ങളിൽ വാതിലി തട്ടിയിട്ട് ഉമ്മാ ഉപ്പാ ഞാൻ കയറി വരട്ടെ എന്ന അനുവാദം ചോദിച്ചിട്ടേ റൂമിനകത്ത് കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബക്കറ്റ് എടുക്കാൻ സമയമായപ്പോ ഇതിങ്ങനെ ബക്കറ്റ് എടുക്കാൻ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ അൽഹംദുലില്ലാഹ്, എന്തായാലും നല്ല കാര്യമല്ലേ. അള്ളാഹു നമുക്ക് തരുന്നൊരു അവസരം, അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ് റജബുൻ ഷഹൂറുള്ള അള്ളാഹുടെ മാസമാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ ഒരു മാസം. അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെയും 5 പൈസ അള്ളാഹ്ന് ആവശ്യമൊന്നുമില്ല. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ കൊടുത്താൽ മതി. അള്ളാഹുവിന് നമ്മളുടെ ആരുടെയും 5 നയാ പൈസ വേണ്ട. അത് കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് തന്നെയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.